ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആവർത്തിച്ചു വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ PSC എക്സാമുകൾക്ക്. അങ്ങനെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിവരങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും പിന്നെയും ഇത് ഞാൻ മുമ്പ് കണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതും പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റുകൾ ഉണ്ട്, അതും നമുക്ക് പഠിച്ചു പോവാം. ഇതിന് മുമ്പെടുത്ത ക്ലാസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇത് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം, ഇനി വരുന്ന ക്ലാസ്സുകളും കണ്ടാൽ നിങ്ങൾക്ക് ഉപകരിക്കും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനിയും ക്ലാസ്സുകൾ എന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിക്കൊള്ള നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. മെസ്സേജ് ഇങ്ങനെയായിരുന്നു: സാറേ, എനിക്കിപ്പോൾ പഴയ പോലെ പഠിക്കാനൊന്നും പറ്റുന്നില്ല, എനിക്ക് മടി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പഴയതുപോലെ പണ്ടൊക്കെ ഞാൻ ഒരുപാട് സമയം എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ അതേ സമയം എടുത്തിട്ട് ഒരുപാട് സമയം മാറ്റി വെച്ച് പഠിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് വന്നത്? ഈ എക്സാമിന് വേണ്ടി പഠിക്കാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? ഇത് നേടിയെടുത്ത്, അതായത് ഒരു ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുത്തുള്ള ജീവിതത്തിന്റെ മാറ്റങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആലോചിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഇത് കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ഈ ആഗ്രഹങ്ങളോടുള്ള കുറവല്ലേ, അതായത് ഈ ലക്ഷ്യത്തിനോടുള്ള ആഗ്രഹത്തിന്റെ കുറവല്ലേ നിങ്ങൾക്ക് ഈ മടി ഫീൽ ചെയ്യാൻ കാരണം? അപ്പൊ അതിനെ പറ്റി ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്തിനാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ മടി ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ കാരണം രക്ഷപ്പെട്ട് കിട്ടാനുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ആദ്യം നിങ്ങൾ രക്ഷപ്പെടും. അതായത് ഞാനൊന്ന് സ്റ്റേബിൾ ആയി നിൽക്കണമെങ്കിൽ, ഞാനൊന്ന് നല്ല രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഞാനൊന്ന് ഈ എക്സാം ക്രാക്ക് ചെയ്യണം നിങ്ങൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എൻ്റെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയത് കൊണ്ടാണ് നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് മടി ഫീൽ ചെയ്യുന്നതും പഠിക്കാനുള്ള സമയം കുറഞ്ഞു വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ അത് എന്തിനാണ് തുടങ്ങിയെന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. കാരണം നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കണം. നിങ്ങളെ പറ്റിയിട്ട് വേറെ ആർക്കും അറിയില്ല. നിങ്ങൾ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, എന്തൊക്കെ നേരിടുന്നുണ്ട്, എന്തൊക്കെ കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ട്, ആർക്കും അറിയില്ല. നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിങ്ങളെപ്പോഴും നിങ്ങളെ പറ്റി ചിന്തിക്കുക. ബാക്കിയുള്ള ഒരാളുടെ മോട്ടിവേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ ഏറ്റവും നല്ല മോട്ടിവേഷൻ നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി ആലോചിക്കുക. ഞാൻ എന്തൊക്കെ ചേഞ്ചസ്, അതായത് ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. അപ്പൊ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ഇനിയും കൂടും. നിങ്ങൾക്ക് ഇതിനോടൊരു ആഗ്രഹം വരണം. ഓക്കെ, നിങ്ങളിതിനെ അത്രയും മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്ന എല്ലാ സമയവും ഇതിനു വേണ്ടി മാറ്റി വെക്കും. വേറെ ഏതൊരു കാര്യത്തിന് നിങ്ങൾ സമയം കൊടുക്കണം. ഓരോ മിനിറ്റ് പോകുമ്പോഴും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ആഗ്രഹിക്കണം. നിങ്ങൾ ഈ സാധനം അത്രയേറെ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളായിട്ട് സമയം കണ്ടെത്തും. നിങ്ങൾക്ക് കിട്ടാത്ത ഓരോ സമയവും നിങ്ങൾ ഇതിനു വേണ്ടി കണ്ടെത്തും. നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നൊരു നെഗറ്റീവ് വെറുതെ മനസ്സിൽ കയറി വരുന്നതാണ്. സമയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ആഗ്രഹം വേണം. ഈ ആഗ്രഹം എപ്പോഴൊക്കെ കുറഞ്ഞു വരുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് മടി ഫീൽ ചെയ്യും, സമയം കുറഞ്ഞു വരും. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അത് നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം നിങ്ങളുടെ ഈ ടൈം കുറയില്ല, നിങ്ങൾക്ക് മടി ഫീൽ ചെയ്യില്ല. അത് നിങ്ങളുടെ മനസ്സിന് എപ്പോൾ പോകണം അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കണം. ഞാനിത് നേടിയെടുത്ത് എന്തൊക്കെ ഉണ്ടാവും? എൻ്റെ കുടുംബം രക്ഷപ്പെടും, എൻ്റെ അമ്മയും അച്ഛനും സന്തോഷിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് അറിയാലോ. ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്നത് ശരിക്കും ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കുക. എന്തൊക്കെ മാറ്റങ്ങൾ ചുറ്റുപാടിൽ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങളുടെ ഈ മടിയൊക്കെ മാറി കിട്ടിക്കോളും. നിങ്ങൾ ആരുടെയും വാക്കുകൾക്കായിട്ട് കാത്തു നിൽക്കൊന്നും വേണ്ട. നിങ്ങളെ പറ്റി ഒന്ന് എപ്പോഴും ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് നല്ല രീതിയിൽ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇനിയും ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം: 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഒരുപാട് തവണ കണ്ടിട്ടുള്ളല്ലോ ഈ സാധനം. 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ്. ഇതിലേതാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്? ഏതാണ്? കോത്താരി കമ്മീഷൻ ആണ് അല്ലെ? ഏതാണ്? ഓപ്ഷൻ സി, കോത്താരി കമ്മീഷൻ ആണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെ? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? കോത്താരി കമ്മീഷൻ ആണ്. 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്ന് ഇനിയും ചോദ്യം വരും. ഏതാണ്? കോത്താരി കമ്മീഷൻ ആണ്. ഓക്കെ, കോത്താരി കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണ്? പ്രധാനപ്പെട്ട എന്തോ ഒന്ന് പഠിക്കാണ്ടല്ലോ. രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്താണ് UGC നിലവിൽ വരാൻ കാരണമായത് അല്ലെ? ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പൊ ആദ്യം നമുക്ക് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നോക്കാം. രാധാകൃഷ്ണൻ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്? 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത്. എപ്പോഴാണ്? 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ. പ്രധാനപ്പെട്ട പോയിന്റ് ഇതാ ഇവിടെ ഉണ്ട്. UGC അല്ലെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC രൂപീകരണത്തിന് കാരണമായ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. 1948 വർഷം പഠിച്ചു വെച്ചോ. 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം അഥവാ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദ്യം വന്നാൽ ഇത് അവിടെ ഉണ്ടാവും. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. 1948 റിപ്പീറ്റ് ചെയ്ത് പറയാ, പഠിച്ചിട്ട് പോയിക്കോ. 1948 ഏത് കമ്മീഷനെ നിയോഗിച്ചത്? 1948 ഇന്ത്യ രാധാകൃഷ്ണൻ കമ്മീഷനെ നിയോഗിച്ചത്. എന്തിനാണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. ശുപാർശകളാണ്, ശുപാർശകൾ നോട്ട് ചെയ്ത് വെച്ചോ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഏതാണ് ശുപാർശ ചെയ്തത്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്ന് ശുപാർശ ചെയ്തു. UGC രൂപീകരിക്കണം എന്നും ശുപാർശ ചെയ്തു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. UGC രൂപീകരിക്കാൻ കാരണമായത്, UGC രൂപീകരിക്കാൻ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്നൊക്കെ ചോദ്യം വന്ന ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ എപ്പോഴാണ്? 1948 1948. ഇനി മുതലിയാർ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഏതാണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ് മുതലിയാർ കമ്മീഷൻ. എപ്പോഴാണ്? 1952 1952. ഇവിടെ പഠിച്ചു വെച്ചോ. UGC നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1953 1953 UGC നിലവിൽ വന്നത്. UGC നിലവിൽ വന്നത് എപ്പോഴാണ്? 1953. 1953 ഒരു സംസ്ഥാനം രൂപീകൃതമായിട്ടുണ്ടല്ലോ. ഏതാണ്? ആന്ധ്ര സംസ്ഥാനം അല്ലെ. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം ചോദിക്കും. 1953 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. 1953. ഇത് ആന്ധ്രാപ്രദേശായി വന്നത് എപ്പോഴാണ്? അത് 1956 രണ്ടും പഠിച്ചു വെച്ചു. അപ്പൊ 1953 UGC നിലവിൽ വന്നത്. UGC നിലവിൽ വന്നത്. അപ്പൊ മുതലിയാർ കമ്മീഷൻ എന്താണ്? 1952 1952 മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ് മുതലിയാർ കമ്മീഷൻ. അപ്പൊ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? മുതലിയാർ കമ്മീഷൻ ആണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇത് പഠിച്ചു വെച്ചോ. മുതലിയാർ കമ്മീഷനുമായി ഏറ്റവും ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ പഠിക്കേണ്ടത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇനി രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ UGC നിലവിൽ വരാൻ കാരണമായത്. UGC പഠിച്ചു വെച്ചോ. രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത്. ഇത് SCRT പോയിന്റ് ആണ് കേട്ടോ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷൻ ആണെന്ന് ചില സ്ഥലത്ത് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ SCRT പോയിന്റ് പഠിക്കണം. ഈ അടുത്ത ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് ഇതാണ് പെടാത്തത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. അപ്പൊ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്ന് ചോദ്യം വന്നാൽ ഏതാണ് നമ്മൾ പഠിക്കേണ്ടത്? ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ആണോ? രാധാകൃഷ്ണൻ കമ്മീഷൻ പ്രധാനമായിട്ടും എന്ത് പഠിക്കണം? UGC പഠിക്കണം. UGC പഠിക്കണം. മുതലിയാർ കമ്മീഷൻ കണ്ട നമ്മൾ എന്തോ ആലോചിക്കണം? ത്രിഭാഷാ പദ്ധതി. ത്രിഭാഷാ പദ്ധതിയാണ് മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞു. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം എന്ന് ശുപാർശ ചെയ്തു. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നും ശുപാർശ ചെയ്തു. അപ്പൊ പ്രധാനമായിട്ടും ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മുതലിയാർ കമ്മീഷൻ ആണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണ്? UGC രൂപീകരിക്കണം എന്ന് ശുപാർശ ചെയ്തു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കോത്താരി കമ്മീഷൻ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് 1900 എപ്പോഴാണ് കോത്താരി കമ്മീഷൻ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1964 1964 ഇന്ത്യ കോത്താരി കമ്മീഷൻ രൂപീകരിച്ചത്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വന്നിട്ടുണ്ട്.
10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷൻ ആണ്. ഏതാണ്? കോത്താരി കമ്മീഷൻ ആണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നൊക്കെ ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷൻ ആണ്. എപ്പോഴാണ്? 1964 മുതലിയാർ കമ്മീഷൻ 1952 അപ്പൊ 1948 ഏതാണ്? 1948 ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ 48, 52, 64. 1948 ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ 1952. 1953 എന്തോ നിലവിൽ വന്നു എന്ന് പഠിച്ചല്ലോ. UGC നിലവിൽ വന്നത് എപ്പോഴാണ് ചോദ്യം വരും? 1953. 1953 UGC നിലവിൽ വന്നത്. പഠിച്ചു വെച്ചോ UGC. UGCയുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. UGCയുടെ ഫുൾ ഫോം ചിലപ്പോ ചോദ്യം വരും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നീതി ആയോഗിന്റെ ഫുൾ ഫോം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടല്ലോ? നാഷണൽ, ബാക്കി പറ, കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് കിട്ടും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. ഇതെന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. നിലവിൽ വന്നത് 1953. ഓക്കെ, 1953. അപ്പൊ രൂപീകൃതമായ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായി. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ കാരണമാരായിരുന്നു? ആരോ ഒരാൾ നിരാഹാരം കടന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എത്ര ദിവസമാണ്? 58 ദിവസം നിരാഹാരം കടന്ന ഒരു വ്യക്തി അല്ലെ? 58 ദിവസം നിരാഹാരം കടന്ന് അദ്ദേഹം അന്തരിച്ചു. ആരാണ്? പോറ്റി ശ്രീരാമലു അല്ലെ? പോറ്റി ശ്രീരാമലു. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വരും. അത് പോറ്റി ശ്രീരാമലു ആണ്. ആന്ധ്ര സംസ്ഥാനം 1953, 1956 നമ്മുടെ കേരളം രൂപീകൃതമായ അതേ വർഷം അതേ ദിവസം നവംബർ 1 അത് ആന്ധ്രാപ്രദേശായി രൂപീകൃതമായത്. അതും ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് അറിഞ്ഞു പോവാ. അപ്പോ ആന്ധ്രയിലെ അമരജീവി പോറ്റി ശ്രീരാമലു ആണ്. ആന്ധ്ര കേസരി ചോദ്യം വരാറുണ്ട്. ആന്ധ്ര കേസരി ആരെന്ന് ചോദ്യം വന്നാൽ പോയിട്ട് പോറ്റി ശ്രീരാമലുവിനെ കറുപ്പിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് ടി പ്രകാശമാണ്. ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ്. ആന്ധ്ര കേസരി ടി പ്രകാശം. ആന്ധ്ര കേസരി ടി പ്രകാശം. ഓക്കെ, അപ്പൊ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഏതാണ്? കോത്താരിയാണ് അല്ലെ? കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം മുതലിയാർ കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ വർഷം പഠിച്ചു വെച്ചോ? 1964. 1952 ഏതാണ്? മുതലിയാർ കമ്മീഷൻ. 1948 ഏതാണ്? 1948 ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇത്ര കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് പലർക്കും ചിലപ്പോൾ മനസ്സിലൊന്നും മിന്നി മാഞ്ഞു പോയിട്ടുണ്ടാവും. നോർമൻ ബോർലോഗ് അല്ലെ? നോർമൻ ബോർലോഗ് എന്ന് പലർക്കും മനസ്സിൽ വന്നില്ലേ? നോർമൻ ബോർലോഗ്. അതെന്താണ്? തെറ്റാണ്. എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലാണ് നോർമൻ ബോർലോഗ്. ശ്രദ്ധിച്ചു പഠിക്കണം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാലാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാലാണ് MS സ്വാമിനാഥൻ. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ പറഞ്ഞത് തെറ്റാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദ്യം വന്നാൽ അത് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ്. ഇനി ഹരിത വിപ്ലവത്തെ പറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് ബേസിക് പോയിന്റ്സ് പറഞ്ഞുതരാം. എവിടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്? എപ്പോഴും ചോദ്യം വരാറുണ്ട്, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതെന്ന് ചോദിക്കും. അതേതാണ്? അത് മെക്സിക്കോ ആണ് കേട്ടോ. മെക്സിക്കോ. ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം മെക്സിക്കോ ആണ്. മെക്സിക്കോ. അപ്പൊ നമ്മൾ വിചാരിക്കും നോർമൻ ബോർലോഗ് ആണല്ലോ അതിന്റെ പിതാവ്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ബോർലോഗ് ഒരു മെക്സിക്കോക്കാരനാണ്. അല്ല, നോർമൻ ബോർലോഗ് ഒരു അമേരിക്കക്കാരനാണ്. ഓക്കെ, അമേരിക്ക. നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനാണ്.
അപ്പൊ നോർമൻ ബോർലോഗ് എവിടുത്തുകാരനാണെന്ന് വെച്ചാൽ എവിടെയാണ്? അമേരിക്കക്കാരനാണ്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മെക്സിക്കോ ആണ്. ഇനി ഒരു രാജ്യം കൂടെ നമുക്ക് പഠിക്കാണ്ട്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നൊക്കെ ചോദ്യം വന്നാൽ അതേതാണ്? അത് ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. കിട്ടിയല്ലോ. അപ്പൊ ഈ 3 കിട്ടിയല്ലോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് മെക്സിക്കോ. നോർമൻ ബോർലോഗ് ഒരു അമേരിക്കക്കാരനാണ്. പിന്നെ ഫിലിപ്പൈൻസ് എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതാണ് ഫിലിപ്പൈൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പഠിച്ചു ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പൊ ഈ ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാ? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതെന്നാണ് കേട്ടോ ചോദ്യം വരിക. അതാരാണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? അത് വില്യം ഗൗഡ് ആണ്. പഠിച്ചു വെച്ചോ, വില്യം ഗൗഡ്. വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. അതായത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലാണ് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ എന്താണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. കിട്ടുമല്ലോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ചോദ്യം വരാറുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ MP സിംഗ് ആണ് കേട്ടോ. MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ MP സിംഗ് ആണ്. ഇത്ര പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കോ. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ നമ്മൾ പറയണം നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം അല്ലെങ്കിൽ ഏഷ്യൻ കവാടം, അല്ലെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് അല്ല. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ശ്രദ്ധിച്ചു വായിക്കണം ചോദ്യം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതാരാണ്? അത് നോർമൻ ബോർലോഗ് ആണ്. ഇനി ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദ്യം വന്നാൽ അത് MP സിംഗ് ആണ്. ഓക്കെ, MP സിംഗ് ആണ്. ഹരിത വിപ്ലവം ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? നെല്ലിന്റെ വളർച്ചയായിരുന്നു ലക്ഷ്യമിട്ടത്. പക്ഷെ ഏറ്റവും കൂടുതൽ വിളഞ്ഞത് എന്താന്ന് ചോദ്യം വന്നാൽ അത് ഗോതമ്പാണ്. ഗോതമ്പ്. ഓക്കെ, ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ വിളഞ്ഞത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വിളഞ്ഞത് ഏതാന്ന് ചോദിച്ചാൽ ഗോതമ്പും. ലക്ഷ്യമിട്ടത് ഏതെന്ന് ചോദിച്ചാൽ നെല്ലാണ് കേട്ടോ. നെല്ല്. എപ്പോഴാണ് നെല്ല് വർഷം? അന്താരാഷ്ട്ര നെല്ല് വർഷം എപ്പോഴാണ്? 2004 ആണ് നെല്ല് വർഷം. 4 നെല്ല്. അതിൽ തന്നെ ഉണ്ടല്ലോ കണക്ഷൻ. 4 നെല്ല്. ഓക്കെ, 4. ഇനി ഇതിനെങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നെല്ല് നാവും. ഇത് നൊല്ലുന്നാണ്, ഇത് പോയി കഴിഞ്ഞാൽ നെല്ല് നാവും. അപ്പൊ എങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. 4 നെല്ല് അവിടെ തന്നെ കണക്ട് ചെയ്യാനുണ്ടല്ലോ. 4 നെല്ല്. അപ്പൊ 2004 ആണ് എന്ത് വർഷം? നെല്ല് വർഷമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോർമൻ ബോർലോഗ് എന്താണ്? നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. പഠിച്ചു. S സോമനാഥ്. ഈ പേര് കേട്ടിട്ടുണ്ടോ? S സോമനാഥ് ആരാണ്? S സോമനാഥ് ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആണ് S സോമനാഥ്. ഇതുപോലത്തെ പേരാണ് സ്വാമിനാഥൻ, സോമനാഥ്. ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. രണ്ടാമത്തെ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ വായിച്ച് താഴേക്ക് പോകാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. ആവേശത്തിൽ പോയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടാവും പിന്നെ അടുത്ത ഓപ്ഷൻ വായിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, 4 ഓപ്ഷനും വായിച്ച ശേഷം മാത്രം ആൻസർ ചെയ്താൽ മതി. അവരെങ്ങനെയെങ്കിലും നിങ്ങളെ തെറ്റിക്കാൻ നോക്കും. ഓക്കെ, KM പണിക്കർ കുത്തേണ്ടടുത്ത് പോയിട്ട് PN പണിക്കരെ കുത്തും. അപ്പൊ പണിക്കർ അവിടെ കണ്ടതുകൊണ്ട് ഞാൻ പോയി കുത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമല്ല, നെഗറ്റീവ് മാർക്ക് അടിക്കും. അപ്പോൾ എല്ലാ ഓപ്ഷനും വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ, എല്ലാ ഓപ്ഷനും വായിച്ച് സമാധാനത്തിൽ അറ്റൻഡ് ചെയ്യുക. അപ്പൊ എന്താണ്? S സോമനാഥ് ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ. വില്യം ഗൗഡ് ആരാണ്? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാണ് വില്യം ഗൗഡ്. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. പിന്നെ നമ്മൾ ഒരാളെ കൂടെ പഠിച്ചു, MP സിംഗ്. MP സിംഗ് ആരാണ്? MP സിംഗ് ആരാന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകനാണ് MP സിംഗ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ഏകദേശം ക്ലിയർ ആയി. ഇനി ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും ചോദിക്കാറുണ്ട്. 60ന്റെ പകുതി മുതൽ, അതായത് 65 കണക്ക് കൂട്ടിക്കോ, 70ന്റെ പകുതി വരെ 1ാം ഘട്ടമാണ് ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം. 70ന്റെ പകുതി മുതൽ 70ന്റെ പകുതി മുതൽ
80ന്റെ പകുതി വരെയാണ് രണ്ടാം ഘട്ടം. ഓക്കെ, ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ തരില്ല. 70ന്റെ അല്ലാതെ 60ന്റെ പകുതി മുതൽ തന്നെ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. 60ന്റെ പകുതി മുതൽ അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെ, 70ന്റെ പകുതി വരെ. പിന്നെ രണ്ടാം ഘട്ടമാണ് 70ന്റെ പകുതി മുതൽ 80ന്റെ പകുതി വരെ. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആണ് എസ് സോമനാഥ്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് എസ് സോമനാഥ് അല്ല കേട്ടോ. ISRO ചെയർമാൻ ആണ് എസ് സോമനാഥ്. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേൽ. ആ പേര് കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ, വീരമുത്തുവേൽ. എന്താണ്? പ്രൊജക്ട് ഡയറക്ടർ ആണ്. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആണ് വീരമുത്തുവേൽ. അപ്പൊ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? കേട്ടിട്ടുണ്ടാവല്ലോ, ആറ്റിങ്ങൽ കലാപം കേട്ടിട്ടില്ലേ? ആദ്യ സംഘടിത കലാപം അല്ലെ? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. അതും ഒരു റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ശ്രദ്ധിച്ചു പഠിച്ചോ, സംഘടിത കലാപം എന്ന് ചോദ്യം വന്നാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം എന്ന് ചോദ്യം വന്നാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം അതെപ്പോഴാണ്? 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. പക്ഷെ അതൊരു സംഘടിത കലാപമല്ല അല്ലെ? അപ്പൊ സംഘടിത കലാപം ഏതെന്ന് ചോദ്യം വന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ സംഘടിച്ചിട്ടാണ് ആറ്റിലേക്ക് കുളിക്കാൻ പോകുക അല്ലെ? സംഘടിച്ചിട്ടാണ് ആറ്റിലേക്ക് കുളിക്കാൻ പോകാന്ന് ആലോചിച്ചാൽ ആറ്റിങ്ങൽ കലാപം നമുക്ക് മെല്ലെ കണക്ട് ചെയ്യാം. ആറ്റിങ്ങൽ കലാപം ആലോചിച്ചോ, സംഘടിച്ചിട്ടാണ് ആറ്റിലേക്ക് കുളിക്കാൻ പോവുക. അപ്പൊ ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോകുന്നു. ഓക്കെ ആണല്ലോ? ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ആറ്റിങ്ങൽ കലാപം വർഷം എപ്പോഴാണ്? 1721 കേട്ടോ. 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഓപ്ഷൻ ബി ഗിഫോർഡ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഓക്കെ, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. പഠിച്ചു വെച്ചോ, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഈ ആറ്റിങ്ങൽ വെച്ചിട്ട് ഒരാളെ പഠിച്ചിട്ടുണ്ടല്ലോ, ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതാരാണ്? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അല്ലെ? അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം. ഈ അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആരാന്ന് ചോദ്യം വരാറുണ്ട്. അതാണ് ആറ്റിങ്ങൽ റാണി. ആറ്റിങ്ങൽ റാണിയും ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെടുത്തരുത്. ആറ്റിങ്ങൽ റാണി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ആറ്റിങ്ങൽ റാണിയാണ് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത്. ഓക്കെ, പിന്നെ ഗിഫോർഡ്. HV കനോലി ആരാണ്? ഇതും ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മജിസ്ട്രേറ്റ് ആരെന്നൊക്കെ ചോദ്യം വരും. അതാരാണ്? അതാണ് HV കനോലി. പിന്നെ ക്യാപ്റ്റൻ ഡിലനോയ്, ഈ പേര് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ക്യാപ്റ്റൻ ഡിലനോയെ ആരോ ഒരാൾ പരാജയപ്പെടുത്തി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കേരളത്തിൽ ഡച്ചുകാരുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദ്യം വരാറുണ്ട്. 1741. അപ്പൊ ആലോചിക്കും എന്തിനാണ് ഈ ഡിലനോയുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയതെന്ന്. ഈ കുളച്ചൽ യുദ്ധം ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ്. ഈ ഡച്ച് സൈന്യാധിപനായിരുന്നു ആര്? ക്യാപ്റ്റൻ ഡിലനോയ്. ഡച്ച് സൈന്യാധിപനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. അപ്പൊ ക്യാപ്റ്റൻ ഡിലനോയെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം വരില്ലേ? ക്യാപ്റ്റൻ ഡിലനോയെ പരാജയപ്പെടുത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഓക്കെ, കുളച്ചൽ യുദ്ധമാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം. അപ്പോൾ കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്ന് ചോദ്യം വന്നാൽ അതേതാണ്? കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത്? ചോദ്യം വരാറുണ്ടല്ലോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ഈ F വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം. ഇതിൽ F വെച്ച് കണക്ട് ചെയ്യാനുള്ള ഒരു സാധനത്തിന്റെ പേരുണ്ട്. ഓക്കെ,
ശാസ്താംകോട്ടക്കായൽ അല്ലെ, ശാസ്താംകോട്ടക്കായൽ. ഈ കോട്ടനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ, ഫോർട്ട് എന്ന് പറയും അല്ലെ, ഫോർട്ട്. ഓക്കെ, ഫോർട്ട്. അപ്പൊ ശാസ്താംകോട്ട, എഫ് ഫോർ ഫോർട്ട് ആലോചിച്ച് വെക്കുക. ശാസ്താംകോട്ടക്കായലാണ്. എഫ് എന്താണ്, ഫോർട്ട് എന്ന് ആലോചിച്ചാൽ എഫ് ആകൃതി എന്ന് കിട്ടും. അപ്പൊ ഈ കോട്ട എന്നുള്ള വേർഡ് ആലോചിച്ച് വെച്ചാൽ എന്നിട്ട് എവിടെ ശാസ്താംകോട്ടക്കായൽ, ശാസ്താംകോട്ടക്കായൽ. അപ്പൊ കോട്ട എന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ കോട്ടക്ക് എന്താ പറയാ, ഫോർട്ട് എന്ന് പറയും അല്ലെ, ഫോർട്ട്. ഈ ഫോർട്ടിന്റെ എഫ് ആലോചിച്ച് വെച്ചാൽ മതി. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ടക്കായൽ, ശാസ്താംകോട്ടക്കായൽ. ഓക്കെ, വേമ്പനാട്ട് കായൽ എന്താണ്, വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതെന്ന് ചോദ്യം വന്നാൽ അതേതാണ്, വേമ്പനാട്ടു കായലാണ്. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്, വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഏതെന്ന് ചോദിച്ചാലും വേമ്പനാട്ടു കായലാണ്, വേമ്പനാട്ടു കായൽ. ഇനി അഷ്ടമുടി കായൽ എന്താണ് അറിയപ്പെടുന്നത്, ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. ഓക്കെ, ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന ഏതാണ്, അഷ്ടമുടി കായലാണ്, അഷ്ടമുടി കായൽ. ഇതിന്റെയും ഷേപ്പ് ചോദിക്കാറുണ്ട്, പനയോല, നീരാളി. ഓക്കെ, പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്, പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. ഇത് നോക്ക്, പന വരയ്ക്കുക. ഞാൻ എപ്പോഴും വരച്ച് കാണിച്ചു തരുന്നതാണല്ലോ. പന വരയ്ക്കുക, എന്നിട്ട് ഇത് കണ്ടോ, ഇതാണ് പനയോല. ഇനി ഇതല്ല നിങ്ങൾക്ക് തോന്നിയാലും ഇതാണ് പനയോല. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ, പനയോല. ഈ പനയുടെ മുടിയല്ലേ ഈ ഓല, പനയുടെ മുടിയല്ലേ, പന ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ മുടിയായിട്ട് നിൽക്കുന്നല്ലേ ഈ പനയോല. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. എന്താണ്, അഷ്ടമുടി കായലാണ്. മുടി പനയോല വെച്ചിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതെന്ന് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും, പനയോല എന്ന് പറയുമ്പോൾ പനയുടെ മുടി ആയിട്ടാണ് നമ്മൾ ഓലയെ കണക്കാക്കേണ്ടത്. അപ്പൊ മുടി, അഷ്ടമുടി കായൽ, ഈ വാക്ക് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. എഫ് ആകൃതി എന്ന് പറയുമ്പോൾ എഫ് കണ്ട എന്താ ഓർമ്മ വരണം, എഫ് വെച്ചിട്ടുള്ള ഒരു വാക്ക് ഫോർട്ട് എന്നുള്ളത് ഓർമ്മ വരണം, ഫോർട്ട്. അപ്പൊ ഈ എഫ് എന്താണ്, എഫ് ആകൃതി, ശാസ്താംകോട്ട, കോട്ടയാണ് ഫോർട്ട്, ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് അല്ലെ, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാന്ന് വെച്ചാലും ശാസ്താംകോട്ട കായലാണ് കേട്ടോ. കായലുകളുടെ രാജ്ഞി, രാജ്ഞി, രാജ്ഞി എവിടെ ഉണ്ടാവുക, ഒന്ന് ആലോചിച്ച് നോക്ക്. കായലുകളുടെ രാജ്ഞി എന്നല്ല പറയുന്നത്, രാജ്ഞി എവിടെ ഉണ്ടാവും എന്ന് ചിന്തിച്ചു നോക്ക്. രാജ്ഞി എവിടെ ഉണ്ടാവുക, രാജാവിന്റെ കോട്ടയിലാണ് ഉണ്ടാവുക, രാജാവിന്റെ കോട്ടയിലാണ് രാജ്ഞി ഉണ്ടാവുക. അപ്പൊ ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. ചോദ്യം എങ്ങനെയാണ് വരിക, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതെന്ന് ചോദ്യം വന്നിട്ട് താഴെ തന്ന രാജ്ഞി എവിടെ ഉണ്ടാവും എന്ന് മാത്രം ചിന്തിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം, ശാസ്താംകോട്ട കായൽ, ശാസ്താംകോട്ട കായൽ. ഓക്കെ, അപ്പൊ ശാസ്താംകോട്ട കായലും കിട്ടി, എഫ് ആകൃതി കിട്ടി. ഏതൊക്കെ പഠിച്ചു, എഫ് ആകൃതി, പിന്നെ ഏതാണ്, പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയും പഠിച്ചു, പനയോല, നീരാളി. ഇനി ഹൃദയത്തിന്റെ ആകൃതി ചോദിക്കും, അത് മേപ്പടി കായലാണ്. ഓക്കെ, മേപ്പടി കായൽ, മേപ്പടി കായലാണ് ഹൃദയത്തിന്റെ ആകൃതി, ഹൃദയത്തിന്റെ ആകൃതി. പൂക്കോട് തടാകമാണ് ഇന്ത്യയുടെ ആകൃതി, ഇന്ത്യയുടെ ഭൂപടത്തിൽ, ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, പൂക്കോട് തടാകമാണ് കേട്ടോ. ഈ പൂക്കോട് തടാകമാണ് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി ഉള്ളത്. അപ്പൊ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി ഏതാണ്, പൂക്കോട് തടാകം. ശാസ്താംകോട്ട കായൽ എഫ് ആകൃതി. അഷ്ടമുടി കായൽ എന്താണ്, അഷ്ടമുടി കായൽ, അഷ്ടമുടി, മുടി വെച്ചിട്ട് ആലോചിക്കുക, അഷ്ടമുടി, മുടി. പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിലാണ് അഷ്ടമുടി കായൽ. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, കേരളത്തിൽ എത്ര കായലുകളുണ്ട്, 34 കായലുകളുണ്ട് അല്ലെ. കേരളത്തിൽ ആകെ 34 കായലുകളുണ്ട്. എത്ര ശുദ്ധജല തടാകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 7 ശുദ്ധജല തടാകങ്ങളാണ് ഉള്ളത്, 7 ശുദ്ധജല തടാകങ്ങൾ. ഏറ്റവും വലിയ തടാകം ഏതാന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ് കേട്ടോ, ഏറ്റവും വലിയ തടാകമാണ്. അപ്പൊ വലുത് എന്നല്ലേ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നല്ലേ, വലുത്, വലുത്, വലുത് വാ വെച്ച് കണക്ട് ചെയ്യുക. വേമ്പനാട്ടു കായലിനെയും വാ വെച്ച് കണക്ട് ചെയ്യുക. വലുത് വാ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിക്കുക, ശുദ്ധജലം, ഏറ്റവും വലിയ ശുദ്ധജലം ശാസ്താംകോട്ട, രണ്ടും ഷാ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ശുദ്ധജലം ശാസ്താംകോട്ട, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഏറ്റവും വലുതെന്ന് മാത്രം തന്ന വാ ആലോചിക്കുക, വാ, വലുത് വേമ്പനാട്ടു കായൽ. ഓക്കെ, ഏറ്റവും ചെറുത് ഏതാണ്, പൂക്കോട് തടാകമാണ്, പൂക്കോട് തടാകമാണ് ഏറ്റവും ചെറുത്. ഇനി ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചോദിച്ചാലും പൂക്കോട് തടാകമാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാലും പൂക്കോട് തടാകമാണ്. ഓക്കെ, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും പൂക്കോട് തടാകമാണ്. അപ്പോ കായലുകളുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് ഒക്കെ എന്തായാലും ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ ഹൃദയത്തിന്റെ ആകൃതി ഏതാണ്, ഹൃദയത്തിന്റെ ആകൃതി മേപ്പടി കായലാണ്, ഹൃദയത്തിന്റെ ആകൃതി മേപ്പടി കായൽ. പിന്നെ ഏതാണ്,
പനയോല, നീരാളി എന്നിവയുടെ ആകൃതി ഏതാന്ന് ചോദിച്ചാൽ അഷ്ടമുടി. പനയോല മുടി വെച്ചിട്ട് ആലോചിക്കുക, അഷ്ടമുടി കായൽ, പനയോല, നീരാളി. എഫ് ആകൃതിയിൽ ഏതാന്ന് ചോദിക്കും. എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് എഫ് ഫോർട്ട്, കോട്ട അല്ലെ, ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള അല്ലെ, കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കായലുകളുമായി ബന്ധപ്പെട്ട് ക്ലിയർ അല്ലേ, പെർഫെക്റ്റ് അല്ലേ? 34 കായലുകളാണുള്ളത്. ചോദ്യം വരും ഇനി കേരളത്തിൽ ശുദ്ധജല തടാകം അല്ലാത്ത എത്ര കായലുകൾ? ശുദ്ധജല തടാകം അല്ലാത്തത് അല്ലെ, ശുദ്ധജല തടാകം അല്ലാതെ എത്ര ഉണ്ട്? 27 ആണ് അല്ലെ. ശുദ്ധജല തടാകം 7 നമ്മൾ പഠിച്ചു. ടോട്ടൽ 34 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 34 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 7 ശുദ്ധജല തടാകമാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ 34 നിന്ന് 7 കുറഞ്ഞ എത്രയാണ്? കടലുമായി കണക്റ്റഡ് ഉള്ളത് എത്രയാണ്? 27 ആണ്. ഓക്കെ, 27 ആണ്. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പൊ അടുത്തത് നോക്കാം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. രണ്ടാമത്തെ അന്തരീക്ഷ പാളിയാണ് അല്ലെ. അന്തരീക്ഷ പാളി രണ്ടാമത്തെ അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ആദ്യത്തെ ഏതാണ്? ട്രോപ്പോസ്ഫിയർ. അതായത് നമ്മുടെ ഭൂമി, ഇതാണ് ഭൂമി. ഇതിന്റെ ഏറ്റവും മേലായിട്ടുള്ളതാണ് ട്രോപ്പോസ്ഫിയർ. ഈ ഭാഗമാണ് വരിക. ഈ ഭാഗം ട്രോപ്പോസ്ഫിയർ. ഈ രണ്ടാമത്തെ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി ഇത് മിസോസ്ഫിയർ. ഇവിടെയാണ് തെർമോസ്ഫിയർ. ഇത്ര കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇനി ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്നൊരു ചോദ്യം വരില്ലേ? അതേതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ട്രോപ്പോസ്ഫിയർ. ഓക്കെ അല്ലെ, ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. അപ്പൊ ചോദ്യം വരും, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദ്യം വന്ന ട്രോപ്പോസ്ഫിയർ ആണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് അതെവിടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അന്തരീക്ഷ പാളികൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇത് ജസ്റ്റ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഞാനൊന്ന് പറഞ്ഞു പോവാ. അപ്പൊ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ഇനി മൂന്നാമത്തെയാണ് മിസോസ്ഫിയർ. ഓക്കെ, മിസോസ്ഫിയർ. പിന്നെ ലാസ്റ്റത്തെ ഇവിടെ ഉള്ളത് തെർമോസ്ഫിയർ. ഓക്കെ, തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗമാണ് കേട്ടോ ഈ അയണോസ്ഫിയർ. അയണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഒരു ഭാഗമാണ്. തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഒരു ഭാഗമാണ് അയണോസ്ഫിയർ എന്നും പഠിച്ചു വെക്കുക. അപ്പൊ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി ഏതെന്നൊക്കെ ചോദ്യം വരും. കാലാവസ്ഥക്ക് മാറ്റം സംഭവിക്കുന്നത് എവിടെയാണ്? നമുക്കറിയാലോ, നമ്മുടെ ഏറ്റവും അടുത്തുള്ളത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പൊ അവിടെയല്ലേ കാലാവസ്ഥക്ക് മാറ്റം സംഭവിക്കുക. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി ഏതാന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഉയരം കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയും, അല്ലെങ്കിൽ തണുപ്പ് കൂടും അല്ലേ? അപ്പൊ നമുക്ക് അറിയാലോ, നമ്മൾ ഈ ഊട്ടി, കൊടൈക്കനാൽ ഇവിടെയൊക്കെ എന്താ ഉയരത്തിലേക്ക് നമ്മൾ മലമണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്? അവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? ടെമ്പറേച്ചർ കുറയും, അതായത് ഊഷ്മാവ് കുറയും. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടും. ഓക്കെ, ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുക. ഇത് നേരെ തിരിച്ചാണ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാലോചിക്കുക. ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ തണുപ്പ് കൂടും. മുകളിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടും. ഇവിടെ എന്താണ്? ചൂട് കൂടും. ഇവിടെ പിന്നെയും തണുപ്പ് കൂടും. ഇവിടെ പിന്നെയും ചൂട് കൂടും. അങ്ങനെ ഒരു കണക്ഷനിൽ പോയാൽ മതി. അപ്പൊ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ അത് തെർമോസ്ഫിയർ ആണ് കേട്ടോ. തെർമോസ്ഫിയർ ആണ് ഏറ്റവും ചൂട് കൂടിയത്. ഏറ്റവും തണുപ്പ് കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞത് ഏതെന്ന് ചോദ്യം വന്നാൽ അത് മിസോസ്ഫിയർ ആണ്. ഏറ്റവും ഊഷ്മാവ് കുറവുള്ളത് മിസോസ്ഫിയറിലാണ് കേട്ടോ. മിസോസ്ഫിയറിലാണ് ഏറ്റവും ഊഷ്മാവ് കുറവുള്ളത്. അപ്പൊ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയർ ആണ്. ഊഷ്മാവ് ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ, ഏറ്റവും കുറവ് ഏതാണ്? മിസോസ്ഫിയർ ആണ്. അപ്പൊ എത്ര കാര്യങ്ങൾ പഠിച്ചല്ലോ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെ ഒരു ചോദ്യം വരും, ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പ്. ഈ സാധനം കണ്ടോ, ഇവിടെ ഒരു വര ഞാൻ വരച്ചിട്ടില്ലേ? ഇതാണ് അതിർവരമ്പ്. കാരണം ഇവിടെയാണ് ട്രോപ്പോസ്ഫിയർ വരുന്നത്, ഇതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇതിനെ തമ്മിൽ വേർതിരിക്കുന്ന ഈ അതിർവരമ്പ് അറിയപ്പെടുന്നതാണ് ട്രോപ്പോപാസ്. ഓക്കെ, ട്രോപ്പോപാസ്. അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, പേടിക്കൊന്നും വേണ്ട.
ഇതിനെ തമ്മിൽ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ട്രോപ്പോപാസ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ട്രോപ്പോക്ക് അങ്ങോട്ട് പാസ് ചെയ്യണം. ഇവിടുന്ന് കുറച്ച് കാറ്റിന് മേലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതായത് ഈ വരമ്പ് കടന്നിട്ട് അങ്ങോട്ട് പാസ് ചെയ്യണം എന്ന് ആലോചിച്ചാൽ പോരെ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെ എങ്ങോട്ട് മേലേക്ക് പാസ് ചെയ്യണം, അങ്ങോട്ട് പാസ് ചെയ്ത് പോകണം ട്രോപ്പോസ്ഫിയറിന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ചോദിച്ചാൽ ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനാണ് മേലേക്ക് പോകേണ്ടത്, ട്രോപ്പോസ്ഫിയറിനാണ് മേലേക്ക് പാസ് ചെയ്യേണ്ടത്. ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇവിടെയാണ് ട്രോപ്പോസ്ഫിയർ വരിക. ഈ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇതിന്റെ ഇടയിലുള്ള അതിർവരമ്പ്, ഇതാണ് ട്രോപ്പോപാസ് എന്നറിയപ്പെടുന്നത്. ട്രോപ്പോപാസ്. ഓക്കെ, കാരണം എന്താണ്, ഇത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് ഇങ്ങോട്ട് പാസ് ചെയ്യണം. ഇവിടെ എന്താണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പാസ് ചെയ്യണം. അപ്പൊ ചോദ്യം എങ്ങനെ വരും? ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ചോദിക്കും. അല്ല, അന്തരീക്ഷ പാളിയല്ല, വേർതിരിക്കുന്ന രേഖ ചോദിക്കും. അതാണ് ട്രോപ്പോപാസ്. ഇനി ഈ സ്ട്രാറ്റോസ്ഫിയറിന് എങ്ങോട്ട് പോകണം? മിസോസ്ഫിയറിലേക്ക് പോകണം. മിസോസ്ഫിയർ. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ചോദിക്കുക, അതേതാണ്? സ്ട്രാറ്റോപാസ്. അപ്പോൾ ഇതിനെ സ്ട്രാറ്റോസ്ഫിയറിന് അങ്ങോട്ട് പാസ് ചെയ്യണം. ഇനി അതേപോലെ തന്നെയാണ് മിസോസ്ഫിയറിന് തെർമോസ്ഫിയറിലേക്ക് പാസ് ചെയ്യാൻ എന്താണ്, അതായത് മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് മിസോസ്പാസ്. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിച്ചോളൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചു, ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു, മുകളിലേക്ക് പോകുന്നതോടും ഇവിടെ എന്താണ്, ഊഷ്മാവ് കുറയും, തണുപ്പ് കൂടും. നമുക്കറിയാം ഇവിടെ തണുപ്പ് കൂടുകയാണ്. പിന്നെ അടുത്തതിലാണെങ്കിൽ അത് എന്താവും, അടുത്തതിൽ ചൂട് കൂടും. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിൽ ചൂട് കൂടും. അതിന്റെ അടുത്ത് മിസോസ്ഫിയറിൽ എന്താണ്, തണുപ്പ് കൂടും. അപ്പൊ ഏറ്റവും തണുപ്പുള്ള, ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. പിന്നെ ചോദ്യം വരും കേട്ടോ, ഭൂമിയെ ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദ്യം വരും. അതേതാണ്? ഭൂമിയെ ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്നത് മിസോസ്ഫിയർ ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അതേതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ ആണ് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഈ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്, ഇനിയും പഠിച്ചോ, സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ അന്തരീക്ഷ പാളികളും ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ടില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുവിധം പോയിന്റ് ഒക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. പിന്നെ റേഡിയോ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ, റേഡിയോ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തെർമോസ്ഫിയറിലാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അയോണോസ്ഫിയറിലാണ്, തെർമോസ്ഫിയറിലാണല്ലോ അയോണോസ്ഫിയർ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. തെർമോസ്ഫിയറിന്റെ താഴെ തട്ടാണ് അയോണോസ്ഫിയർ. അവിടെയാണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത്. എവിടെയാണ്? അയോണോസ്ഫിയറിലാണ്. അത് അയോണോസ്ഫിയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയറിലാണ്. ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നേരെ പറയാണ്ടൊരു സമാധാനം കിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞു പോയാൽ നിങ്ങളത് ക്ലിയർ ആയില്ലെങ്കിലോ. ഇതാണ് ഭൂമി, ഇത് ഭൂമി. ഈ ഭാഗം ട്രോപ്പോസ്ഫിയർ, ഈ ഭാഗം സ്ട്രാറ്റോസ്ഫിയർ, ഈ ഭാഗം മിസോസ്ഫിയർ, ഈ ഭാഗം തെർമോസ്ഫിയർ. ഇതിന്റെ ഈ താഴെയുള്ള ഈ ഭാഗമാണ് അറിയപ്പെടുന്നത് അയണോസ്ഫിയർ. ഓക്കെ, അയണോസ്ഫിയർ. ഓക്കെ, ദീർഘദൂര പ്രക്ഷേപണം എന്തിന്റെ, റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദ്യം വന്നാൽ അത് അയണോസ്ഫിയർ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ കാര്യം ക്ലിയർ ആണ്. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് എപ്പോഴും ചോദ്യം വരാറുള്ള സാധനമാണ് കേട്ടോ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചോദ്യം വരും ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരെന്നും ചോദ്യം വന്നുകൂടാ ഇല്ല. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഏത് വർഷമാണ് കണ്ടുപിടിച്ചത്? 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് അല്ലേ? 1766 ആരാണ് കണ്ടുപിടിച്ചത്? ഒന്ന് വായിച്ചു നോക്ക്. ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്ലി, ജോൺ ഡാൽട്ടൺ, പിന്നെ അതുപോലെ തന്നെ ലാവോസിയർ. ഇതിൽ ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹൈഡ്രജൻ വെച്ച് തുടങ്ങുന്നതല്ലേ? അതുമായിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ നോക്ക്. അതായത് ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്ലി, ജോൺ ഡാൽട്ടൺ, ലാവോസിയർ. ഹൈഡ്രജൻ, അതിനൊരു ഹാണ്ട് അല്ലെങ്കിൽ എച്ച് വെച്ച് തുടങ്ങുന്നതാണ് ഹൈഡ്രജൻ. എച്ച് വെച്ച് തുടങ്ങുന്ന ഒരു പേര് തന്നെയാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഇപ്പൊ നമ്മൾ പഠിച്ചു ഹൈഡ്രജൻ എച്ച് വെച്ച് തുടങ്ങുന്നു. ഇനി എച്ച് വെച്ച് തുടങ്ങുന്ന വേറെ ഏത് പേരാണ്? ഹെൻറി ഉണ്ട് അല്ലെ? ഹെൻറി കാവൻഡിഷ്. അത് എച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഉത്തരം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ ഹൈഡ്രജൻ എച്ച് വെച്ച് തുടങ്ങുന്നു ആലോചിക്കുക. എച്ച് വെച്ച് തുടങ്ങുന്ന ഒരു പേര് തന്നെയാണെന്നും ആലോചിക്കുക. അപ്പൊ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഹൈഡ്രജൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ? അല്ലെങ്കിൽ ഹൈഡ്രജന് പേര് നിർദ്ദേശിച്ചതെന്നാണ് ചോദ്യം വരിക. പദം ഉപയോഗിച്ചതല്ല, ഹൈഡ്രജന് പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഇദ്ദേഹമാണ്. ഹൈഡ്രജനും ഓക്സിജനും പേര് നിർദ്ദേശിച്ചത് ആരാണ്? ലാവോസിയർ ആണ്. ഹൈഡ്രജനും
ഓക്സിജനും പേര് നിർദ്ദേശിച്ചത്. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. 1766. ഈ ഹൈഡ്രജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ചോദ്യം വരും, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ഒരു ഡൗട്ട് വന്നിടാം. അപ്പൊ ഓക്സിജൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? ഒരു ഡൗട്ട് വന്നില്ലേ? അതെന്താണ്? ഓക്സിജൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്നതാണ് ഓക്സിജൻ. ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ 1766 കണ്ടുപിടിച്ചത്. ആരാണ് കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജനും H വെച്ച് തുടങ്ങുന്നു, ഹെൻറി കാവൻഡിഷും H വെച്ച് തുടങ്ങുന്നു. അങ്ങനെ പഠിച്ചു പോവാലോ. ഓക്കെ, ഹൈഡ്രജന് പേര് നിർദ്ദേശിച്ചത് ലാവോസിയർ, ഓക്സിജന് പേര് നിർദ്ദേശിച്ചതും ലാവോസിയർ. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലോ. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ PH നമ്മൾ ഇതിന്റെ ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഫാൻ ബോക്സ് എന്ന് പഠിക്കാൻ പറ്റും. ഫാൻ ബോക്സ് പറഞ്ഞുതരാം കേട്ടോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ. PH ക്ലിയർ ആയല്ലോ. ഇനി AN, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ നൈട്രജൻ. നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ, ഇതും റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ഇതിനേക്കാൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ സാധനമാണ്, അന്തരീക്ഷത്തിൽ. ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന സാധനമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ, ഭൂവൽക്കം B ആണ്, ഓക്സിജൻ ആണ്. ഓക്കെ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ. അപ്പൊ അതിനെ നമ്മൾ എന്ത് പഠിക്കണം? ഫാൻ ബോക്സ് എന്ന് പഠിക്കണം. ഫാൻ ബോക്സ്. ഇനി വേറെയും ഒരു കോഡ് ഉണ്ടല്ലോ ഇതിന് അല്ലെ? ബോഫൻ എന്നൊരു കോഡും ഉണ്ട്. ഇത് മുമ്പ് പഠിച്ചു വെച്ചവരാണെങ്കിൽ ഇതന്നെ പഠിച്ചാൽ മതി കേട്ടോ. ബോഫൻ എന്നുള്ള കോഡ് മുമ്പ് പഠിച്ചു വെച്ചവരാണെങ്കിൽ, ഭൂവൽക്കത്തിൽ ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഇത് പഠിച്ചവരാണെങ്കിൽ ഇത് പഠിച്ചാൽ മതി. ഇത് ഫാൻ ബോക്സ് എന്ന് ഇങ്ങനെ ഞാനൊന്ന് ഓർത്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഫാൻ ബോക്സ് PH, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ, Bയും ഓക്സും കിട്ടും. ഓക്കെ, എന്താണ്? B ഭൂവൽക്കം, ഓക്സിജൻ. ഇത്ര കാര്യങ്ങൾ. ഇതിൽ ഏത് കോഡാണോ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക. ഏതെങ്കിലും പഠിച്ചു വെച്ചതാണെങ്കിൽ അത് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക, മാറ്റം വരുത്തണ്ട. ഓക്കെ, അതെന്തൊക്കെ പഠിച്ചു? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്, പേര് നിർദ്ദേശിച്ചത് ആരാന്ന് വെച്ചാൽ ലാവോസിയർ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച വർഷം 1766. ഇനി ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, സ്വയം കത്തുന്ന വാതകം. സ്വയം കത്തുന്ന വാതകം ചോദ്യം വന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്ന മൂലകം നേരിടും ചിലപ്പോൾ ചോദ്യം വരിക ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്ന മൂലകം ഹൈഡ്രജൻ. ഓക്കെ, പിന്നെ ചോദ്യം വരും, വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതെന്ന് ചോദിക്കും. അതേതാണ്? അതും ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ ചോദ്യം വരാറുണ്ട്. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1 ആണ്. ആറ്റോമിക നമ്പർ 1 ആണ് ഹൈഡ്രജന്റെ. ഓക്കെ, ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ എന്താണ്? 1 ആണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഇല്ലാത്ത മൂലകമാണ് അല്ലെ? പ്രോട്ടോൺ അല്ല, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ്. ന്യൂക്ലിയസിൽ, അതായത് ന്യൂക്ലിയസ് അറിയാലോ, ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്, നമ്മൾ പഠിച്ചതാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ന്യൂക്ലിയസിലെ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. സ്വയം കത്തുന്ന മൂലകം അല്ലെങ്കിൽ സ്വയം കത്തുന്ന വാതകം ചോദിച്ചാലും ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1 ആണ്. ആറ്റോമിക നമ്പർ ഞാൻ കുറച്ചെണ്ണം പഠിക്കാൻ പറഞ്ഞായിരുന്നു. ഹൈഡ്രജൻ 1, ഹീലിയം 2 അല്ലെ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? സ്വയം കത്തുന്ന വാതകം. ഈ പോയിന്റ് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കണേ. സ്വയം കത്തുന്ന മൂലകം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. പിന്നെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിക്കും. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ. അപ്പൊ പ്രപഞ്ചം വെച്ച് കണക്ട് ചെയ്താൽ മതി. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. ഇല്ലേ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. സ്വയം കത്തുന്ന മൂലകം ഏതാണെന്നും നമ്മൾ പഠിച്ചു. ആറ്റോമിക നമ്പർ 1 ആണ്. ആറ്റോമിക നമ്പർ 1 ആണ് അല്ലെ? ആറ്റോമിക നമ്പർ 1 ഏതിന്റെ ആണെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരും അല്ലെ? അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1, ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ എത്ര എന്നൊക്കെ ചോദിച്ചാൽ 1 ആണ് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ക്ലിയർ അല്ലേ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ.
അപ്പൊ ഹൈഡ്രജൻ ക്ലിയർ ആയാലോ. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. നമ്മൾ എന്താണ് അങ്ങനെ ഉയർന്നു പോകുന്ന ബലൂണുകളെ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഹൈഡ്രജൻ ബലൂൺ എന്ന് പറയാറുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. പിന്നെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതൊന്ന് പഠിച്ചു വെക്കണം, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിക്കും. അതെന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ. ഓക്സിജന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഓക്സിജന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുക. ആസിഡ് ഉണ്ടാക്കുന്നതിന് അർത്ഥം വരുന്നതാണ് ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാലാണ് ഇദ്ദേഹം ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത്. ഓക്സിജന് പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാലും ലാവോസിയാണ്. ഇത്ര കാര്യങ്ങൾ ഓക്സിജനും ഹൈഡ്രജനും ഇത്ര ബേസിക് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഓക്സിജനുമായി ബന്ധപ്പെട്ട് ഇനിയും പഠിക്കുകയാണെങ്കിൽ പഠിക്കുക. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നോക്കാം. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ. ലോകമാന്യ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ലോകമാന്യ, ആ മാന്യം വെച്ച് കണക്ട് ചെയ്തോട്ടോ. മാന്യം വെച്ച് കണക്ട് ചെയ്തോ. കാരണം അദ്ദേഹത്തിന്റെ മറ്റു വിശേഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മാന്യനായ അല്ലാന്ന് തോന്നും. കാരണം ഈ മാന്യനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ തോന്നും. കാരണം ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, അരാജകത്വത്തിന്റെ പിതാവ്. പിന്നെ ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തിയാണ്. ഓക്കെ, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി. ഇതൊക്കെ ആരാണ്? ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിലുള്ള ഒരു വ്യക്തിയാണ്. ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിലുള്ള. അപ്പൊ ഇതിൽ ആര് പോവും? ഗോപാലകൃഷ്ണ ഗോഖലെ പോവില്ലേ? ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിലുള്ള ഒരു വ്യക്തിയാന്ന് വെച്ചാൽ ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ്. എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ആര് വിശേഷിപ്പിച്ചതാണ്? ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തിയാണ്. ആര്? ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെയാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം കിട്ടുമല്ലോ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, എന്തൊക്കെ പോയിന്റ് പഠിച്ചു? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി. ഓക്കെ, INC-യുടെ തീവ്ര ദേശീയ വിഭാഗത്തിന്റെ നേതാവായിരുന്നു ആര്? ബാലഗംഗാധര തിലക്. INC-യുടെ തീവ്ര ദേശീയ വിഭാഗത്തിന്റെ നേതാവാണ് ബാലഗംഗാധര തിലക്. പിന്നെ INC-യുടെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് പറഞ്ഞ് കളിയാക്കിയതില്ലേ, പരിഹസിച്ചത് ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ്. എന്താണ് പറഞ്ഞത്? INC-യുടെ അവധിക്കാല പരിപാടികളെ അല്ലെ, INC-യുടെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ അല്ലെ, അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചതും, പിന്നെ അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ മണ്ഡുകങ്ങളെ പോലെ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് പറഞ്ഞതും ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ബാലഗംഗാധര തിലകാണ്. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ബാലഗംഗാധര തിലകുമായി ബന്ധപ്പെട്ട് ഇത്രയൊന്നും എന്തായാലും അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ലോകമാന്യ എന്നറിയപ്പെടുന്നത്, ലോകമാന്യ എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, പിന്നെ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും അല്ലെ, ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ്. ഓക്കെ, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലാണ് ബാലഗംഗാധര തിലക്. അപ്പൊ ആരാണ് ലോക്നായക് എന്നറിയപ്പെടുന്നത്? ലോക്നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ. ഓക്കെ, ഇദ്ദേഹം വേറൊന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ലോക് നായക് എന്നത് കണക്ട് ചെയ്യുക. ലോക് നായക്. ഓക്കെ, നായക്, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്വിറ്റ് ഇന്ത്യ സമര നായിക. അതും ചോദ്യം വരാറുണ്ട്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലി. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. ഇത്രയും പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത്
വരുന്ന ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ക്വിറ്റ് ഇന്ത്യ സമര നായിക അല്ലെങ്കിൽ ലോക്മാന്യ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോക് നായക് എന്നറിയപ്പെടുന്ന ആര്, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ലോക് നായക് എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. മാന്യ ഇത്രയും പറഞ്ഞിട്ട് കുഴപ്പങ്ങളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ്? മാന്യനാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, കുഴപ്പങ്ങളുടെ പിതാവ്, അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ്? മാന്യനാണ്. അദ്ദേഹം ഒരു മാന്യനാണ്. ഇത് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്തൂടെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇന്ന് പഠിച്ച ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലുള്ള മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. കേട്ട പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇനി കൂടുതൽ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ പറ്റുന്ന അത്രയും അതിനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പൊടി തട്ടി എടുക്കുക. ഓക്കെ, നല്ലൊരു റിവിഷൻ നടക്കും നിങ്ങളുടെ ഉള്ളിൽ. പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിവിഷൻ ചെയ്യുമ്പോൾ ഓരോന്നിനെ കണക്ട് ചെയ്ത് റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നല്ല ഇഷ്ടത്തിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ റിവിഷനോട് പലർക്കും എന്തോ ഒരു വിരോധമുള്ള പോലെയാണ്, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യില്ല. അപ്പൊ റിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജോലിയുടെ ഇടയിലാണെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, അതായത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയാൽ മതി. അതായത് എന്താ കണക്ട് ചെയ്യുക? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എപ്പോഴാണ്? 1888 അല്ലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിൽ ഗുരു രചിച്ച കൃതി ഏതാണ്? ശിവശതകം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാണ്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിൽ ഗുരു മുന്നോട്ട് വെച്ചൊരു വാക്കുണ്ടല്ലോ, എന്താണ്? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ അത് പറഞ്ഞപ്പോ നമുക്ക് വേറെ എന്തും കൂടി ആലോചിക്കാം. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എപ്പോഴാണ്? 1893. അങ്ങനെ ഓരോ വർഷങ്ങളെ പിന്നെ അവിടെ കണക്ട് ചെയ്യുക. അപ്പൊ 88 പഠിച്ചു, 1893 പഠിച്ചു, 1891 പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, മലയാളി മെമ്മോറിയൽ. അങ്ങനെ ഓരോന്നിനെ വെച്ചിട്ട് വർഷങ്ങളായാലും എന്തിനെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കണക്ഷൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെ പഠിച്ചു പോകും. അതാകുമ്പോൾ നിങ്ങൾക്ക് റിവിഷനും ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ റിവിഷൻ ചെയ്ത് തുടങ്ങുക. ഈ രീതിയിൽ റിവിഷൻ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പിന്നെ അങ്ങനെ കിട്ടാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ റിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഒന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അത് എന്താ നമുക്ക് കിട്ടാതെ വരില്ലേ, ആ പോയിന്റ്സിനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് റിവൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും ചോദ്യങ്ങൾ കൊണ്ടുവരാം. ഇനിയും ചോദ്യങ്ങളും ഞാൻ ഇപ്പോഴും പറയുന്നു, ചോദ്യങ്ങളുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട. ഇതുമായി കണക്ട് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കണക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞത് പറഞ്ഞിട്ട് നിങ്ങൾ ഉള്ളിൽ വേവലാതിപ്പെടേണ്ട. ചോദ്യങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനത്രയും പ്രാധാന്യം കൊടുക്കുക. ബന്ധപ്പെടുത്തി പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പഠിക്കുക. ഞാനൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഇപ്പൊ എത്ര 8 9 എത്ര ചോദ്യങ്ങളെ തന്നു തോന്നുന്നു. അത്രയും ചോദ്യങ്ങൾ തരുന്നതിന് പകരം ഈ കണക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അങ്ങനെ സ്ലൈഡായിട്ട് കൊടുന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് തോന്നും. ഇതിലാകെ ഉള്ള വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിൽ സ്ലൈഡ് കുറവാന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിപ്പിച്ച് തരുന്നുണ്ട്. പെട്ടെന്ന് സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പിന്നെ കൂടുതൽ കണക്ട് ചെയ്ത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി തന്നാൽ മതിയല്ലോ. അപ്പൊ അതാണ് എനിക്കും കൂടുതൽ PDF ഉണ്ടാക്കാനും അതാണ് കൂടുതൽ ഉപകാരം. നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ അതാണ് കൂടുതൽ എളുപ്പമാവുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസിന്റെ കാര്യം നിങ്ങൾ എണ്ണം കണക്ക് കൂട്ടണ്ട. ക്വസ്റ്റ്യൻസ് എത്ര ആണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഞാൻ എന്തായാലും പറഞ്ഞുതരും. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ ക്ലാസ് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.